السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട അസ്സനി ഉസ്താദ്, മറ്റു മുതഅല്ലിം സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ വിഷയവുമായിട്ട് നിൽക്കുന്നതിൽ. ഒരു മണിക്കൂറിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന ടോപ്പിക്കിലേക്ക് ഒരു എത്തിനോട്ടം നടത്താം. നമുക്കറിയാം, ലോകം മുഴുവനും ഇന്ന് ടെക്നോളജിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യണമെന്നുണ്ട് എങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ടാണ് ഡാറ്റ എന്നുള്ളത്. ഈ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം AI മോഡലുകൾക്കൊക്കെ ആ ഇൻ്റലിജൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ AI-യിൽ കൂടി ഇന്ന് കമ്പനികളും സ്ഥാപനങ്ങളുമൊക്കെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ വിഷയം സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് പല വിഷയത്തിനും ഉപയോഗപ്പെടുത്തും. ഇത് ദഅവയിൽ എങ്ങനെയാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, കോർപ്പറേറ്റ് കമ്പനികളിൽ എങ്ങനെയാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. എല്ലാത്തിൻ്റെയും അടിത്തറ ഒന്നാണ്, പക്ഷേ റൂട്ടുകൾ വ്യത്യാസമുണ്ടാകുമെന്ന് മാത്രം. വിദ്യാർത്ഥികളായ മുതഅല്ലിമീങ്ങളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുംകാലത്ത് ദീനീ ദഅവാ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ അത്യാവശ്യമായിട്ട് ഡാറ്റയെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയും അതുപോലെ തന്നെ അതെങ്ങനെ ഇൻകം ജനറേഷനുമൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കൽ ഇവിടുന്ന് അങ്ങോട്ട് ആവശ്യമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ, പഴയ ഈ സ്ഥാപനങ്ങൾ നടത്തണമെങ്കിൽ കാശൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ, ഫണ്ട് ആവശ്യം ഉണ്ടാകും. അപ്പോൾ ട്രഡീഷണൽ വേ ഓഫ് ഫണ്ടിങ്ങൊക്കെ അതൊക്കെ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് വരുന്ന തലമുറയിൽ. പഴയ ആളുകൾ അവർ പഴയ രൂപത്തിൽ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ പുതിയ ആളുകളുടെ ഡൊണേഷൻ ശൈലിയും മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ സ്ഥാപനത്തിൻ്റെ ആളുകളൊക്കെ വരുമ്പോഴേക്കും പിന്നെ ഈ ഫണ്ട് റൈസിങ് രീതിയും ബാക്കിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അതൊക്കെ പഠിച്ചു തുടങ്ങൽ നന്നായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ദഅവാരംഗത്തായാലും ബാക്കിയുള്ള വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ അഭിസംബോധനം ചെയ്യുന്ന ജനറേഷൻ ഏതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാവും. കാരണം വെച്ചാൽ ഈ ജനറേഷൻ, ഓരോ ജനറേഷനും ഓരോ ജനറേഷൻ്റേതായ സ്വഭാവങ്ങളുണ്ട്. അവരുടെ നേച്ചർ, ബിഹേവിയർ ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ 900 മുതൽ ഇന്ന് വരെയുള്ള കാലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8 ജനറേഷനുകളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. 8 ജനറേഷനുകൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിൽ ആദ്യത്തെ 4 ജനറേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയല്ല. പിന്നെ വരുന്ന 4 ജനറേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായിരിക്കുന്ന ജനറേഷനാണ്. കാരണം 900 മുതൽ 927 വരെയുള്ള കാലഘട്ടത്തിൽ ഗ്രേറ്റസ്റ്റ് ജനറേഷൻ എന്നാണ് പറയുന്നത്. അത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. സൈലൻറ്റ് ജനറേഷൻ 928 മുതൽ 945 വരെ, അതും നമുക്ക് ആവശ്യമില്ല. ബേബി ബൂമേഴ്സ് എന്ന് പറയുന്നത് 946 മുതൽ 964.
ഇത് വളരെ കുറച്ച് ആളുകളോ, ഇതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ജനറേഷൻ എക്സ് എന്ന് പറയുന്ന 965 മുതൽ 980, ഞാനൊക്കെ അതിൻ്റെ ഒരിതാണ്, ഞാൻ അതിൻ്റെ ബൗണ്ടറിയിലാണ്. ഞാൻ 79 ജനിച്ച ആളാണ്. അപ്പോൾ ജനറേഷൻ എക്സിൻ്റെ അവസാനത്തതാണ്. അപ്പോൾ ജനറേഷൻ എക്സിൻ്റെ ഈ അവസാനത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതിന് നെക്സ്റ്റ് വരുന്ന ജനറേഷൻ്റെ സ്വഭാവം കൂടി അതിനുണ്ടാവും. ഒരു +or-5 ഇയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ വരും. അപ്പോൾ ഈ ജനറേഷൻ എക്സിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിത് പറയുന്നത് വെച്ചാൽ ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കൽ ആവശ്യമുണ്ട്. ഇവർക്ക് പഴയ രൂപത്തിലുള്ള ആ ട്രഡീഷണൽ വേ ഓഫ് കാര്യങ്ങൾക്ക് അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് പുതിയ ഡിജിറ്റൽ ആ മേഖലയിലേക്ക് കടന്നു വരാൻ ഒരു ട്രാൻസ്ഫോർമേഷനുള്ള ഒരു മെൻറ്റാലിറ്റി അവർക്കുണ്ടാവും. അവരതിനെ അടച്ചാക്ഷേപിക്കില്ല. ഈ മൊബൈൽ കാണുമ്പോഴേക്കും മൊബൈൽ കുത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവില്ല. ആ ഒരു നേച്ചർ, അവരൊരു ഫ്ലെക്സിബിൾ ആയിരിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ജനറേഷൻ ഒരു ഭാഗ്യം ചെയ്ത ജനറേഷനും കൂടിയാണ്. അവർക്ക് രണ്ടിലേക്കും പോകാനുള്ള, പഴയതും അവർക്ക് പ്രശ്നമില്ല, പഴയ ഇത് വന്നു കഴിഞ്ഞാൽ അതും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും, പുതിയതും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും. 975 ശേഷം ഇങ്ങോട്ടുള്ള ആ ഒരു ജനറേഷൻ അറ്റ്ലീസ്റ്റ് അവർ എതിർക്കാതെങ്കിലും നോക്കി നിൽക്കെങ്കിലും ചെയ്യും. അതൊരു നേച്ചറാണ്. പിന്നെ അതിന് ശേഷം വരുന്നതാണ് ഇതിൽ മില്ലനിയൽസ് ആരും ഉണ്ടാവില്ല. ഇതിലൊക്കെ ജെൻസി ആയിരിക്കും മിക്കവാറും ഉണ്ടാവുന്നത്. മില്ലനിയൽസ് എന്ന് പറയുന്നത് 1981 to 1996 ഇതാണ്. ഇവർക്ക് ജനറേഷൻ എക്സിൻ്റെ കുറച്ച് ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട്. ഈ 85-ൻ്റെ മുമ്പുള്ള ആളുകൾക്ക് ജെൻ എക്സിൻ്റെത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന സന്ദർഭത്തിൽ ജെൻ സിയുടെയും കുറച്ച് കിട്ടിയിട്ടുണ്ടാവും അവസാനത്തിൽ വരുന്ന സമയത്ത്. അപ്പോൾ ഈ മില്ലനിയൽ ജനറേഷൻ ഈ 1996 ആകുമ്പോഴേക്കും ഏകദേശം ഒരു ഡിജിറ്റൽ യുഗം തുടങ്ങി വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അവർക്കും ഈ മില്ലനിയലും ജെൻ എക്സും ഏകദേശം അടുത്തടുത്ത് വരുന്ന ടീമുമാണ്. ഇവർക്ക് രണ്ടും ഫ്ലെക്സിബിൾ, അങ്ങോട്ട് ചാടാനും ഇങ്ങോട്ട് ചാടാനും ഇവർക്ക് പ്രശ്നമില്ലാത്തൊരു ടീമാണ്. ഇനി വരുന്നതാണ് നിങ്ങളുടെ ഓഡിയൻസ് ജെൻസി. നിങ്ങളായിരിക്കും ജെൻസി എന്ന് പറയുന്നത്. 1997 2012 അല്ലേ, ഈ പീരീഡിലായിരിക്കുമല്ലോ നിങ്ങൾക്കുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഈ പഠനം കൂടുതലും നടക്കുന്നത് US കുട്ടികളെ വെച്ചിട്ടായിരുന്നു കേട്ടോ. US ഒരു സ്റ്റാറ്റസ് വെച്ചിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ അപ്ലിക്കബിളാണ്. കാരണം വെച്ചാൽ ഈ ഡിജിറ്റൽ വന്നതോടുകൂടി വലിയ ഗ്യാപ്പൊന്നും ഇല്ലാതായി മാറി. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ അപ്ലിക്കബിളാണ്. അപ്പോൾ ഈ ജെൻസിയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഡിജിറ്റലിൻ്റെ ഒപ്പം നടന്ന് വളർന്നവരാണ്. ഡിജിറ്റൽ തുടങ്ങിയപ്പോഴാണ് ഏകദേശം ഇവരുടെയും 1997 ഡിജിറ്റലൊക്കെ ഒരു ടോപ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോഫ്റ്റ്വെയർ ഒക്കെ ഇങ്ങനെ ബുക്ക് ചെയ്ത് വരുന്ന സന്ദർഭമാണ് 97 മുതൽ 2012 വരെയുള്ള ഒരു കാലഘട്ടം. അപ്പോൾ ഇവർക്ക് ഡിജിറ്റലിനൊപ്പം വളർന്നു വന്ന ആളുകളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അടുത്ത വരുന്നൊരു ജനറേഷൻ ഉണ്ട്, ജനറേഷൻ ആൽഫ 2013 to 2025. ഇത് ഏകദേശം ഐഫോണിൻ്റെ കൂടെ വളർന്ന ആളുകളാണ്. ഐഫോൺ 2010 മുതലാണല്ലോ വന്നത്. ആ നേച്ചറൊക്കെ അവർക്കുണ്ടാവും. അവരെ ഡിജിറ്റൽ നേറ്റീവ്സ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇപ്പം 2025 ശേഷമുള്ള ആളുകൾക്ക് ജെൻ ബീറ്റ എന്ന് പറയും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇപ്പം ഞാൻ എന്തിനിത് പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ചോളം ഇപ്പം പ്രസക്തമായിട്ട് ജെൻ എക്സ് നിലവിലുണ്ട്, മില്ലനിയൽസ് ഉണ്ട്, ജെൻ സെഡ് ഉണ്ട്, ആൽഫ ഉണ്ട്, ബീറ്റ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ജനറേഷൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു ധായികളായ നമുക്ക് ഉണ്ടാവൽ എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ ഇപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പ്രൊജക്റ്റുകൾ ഉണ്ടാവുമല്ലോ, കോളേജിലൊക്കെ പ്രൊജക്റ്റ് ഉണ്ടാവുമല്ലോ, പറ്റുമെങ്കിൽ ഒരു പഠനവും നിങ്ങൾക്ക് നടത്താൻ പറ്റും. ഈ പ്രത്യേകിച്ച് ജെൻ ആൽഫയുടെയും നിങ്ങളുടെ ജനറേഷൻ്റെയും ഒരു പഠനം കൂടി നടത്തി നോക്കുകയാണെങ്കിൽ ദഴവയ്ക്ക് അത് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ രംഗത്ത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഞാനിത് പറയാൻ കാരണം ജെൻ ആൽഫ എന്ന് പറയുന്ന ഈ ടീം ഇപ്പോൾ മദ്രസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീം, മദ്രസിലൊക്കെ ഉള്ള ഒരു ടീം, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ നേറ്റീവ്സ് എന്നുള്ളത്. ഈ ഡിജിറ്റൽ നേറ്റീവ്സായ ഇവരെ കൊണ്ട് നിങ്ങൾ പോയിട്ട് പറയാണ് മൊബൈൽ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പമാരാരെങ്കിലൊക്കെ അവരങ്ങനെ ഉപദേശിക്കുന്ന കാണുമ്പോൾ നമുക്ക് അവിടുന്ന് ചിരിച്ചു മാറി നിൽക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഇതിലുണ്ട് നല്ലൊരു ശതമാനത്തിൻ്റെയും അവർ വളർന്നു വരുന്ന ഈ യുഗത്തിലാണ് അവർക്ക് ഈ മൊബൈലോ
ലാപ്ടോപ്പോ മാറ്റി വെച്ചിട്ട് ജീവിക്കാൻ കഴിയില്ല. അത് നമ്മൾ മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് പല രൂപത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും. അതവർ പഠനത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒരു പ്രധാന ടൂളായിരിക്കും ഈ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണോ ബുക്കൊക്കെ വായിച്ചിരുന്നത്, ബുക്കിനെ നമ്മൾ എന്തോ കണ്ടിരുന്നോ ആ ഒരു രൂപത്തിൽ, അല്ലെങ്കിൽ പ്രോജക്റ്റുകളെ നമ്മൾ എങ്ങനെ കണ്ടിരുന്നോ ആ ഒരു രൂപത്തിലാണ് ഈ ജെൻ ആൽഫ ഈ ലാപ്ടോപ്പും മറ്റുള്ള സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് അബദ്ധമാണ്. കാരണം വെച്ചാൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ജീവിതം മുഴുവനും ലാപ്ടോപ്പുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുന്നൊരു കാലമാണിത്. ഞങ്ങൾ ഇവിടുത്തെ റൂൾസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നോക്കണ്ട. പിന്നെ കാരണം വെച്ചാൽ ഇപ്പം ഞാൻ 2000 ഞാൻ പാസ് ഔട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഈ സാധനം എൻ്റെ കൂടപ്പുറപ്പാണ്. കാരണം വെച്ചാൽ എൻ്റെ ജോലിയൊക്കെ ഇതിലാണ്, എൻ്റെ ജോലിയൊക്കെ ഇതാ. അന്ന് 2000 മുതലൊക്കെ സോഫ്റ്റ്വെയർ ടീമുകൾ മാത്രമേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇന്നങ്ങനല്ല, എല്ലാ ആളുകളും ഇതിലേക്ക് മാറി. ഈ മൊബൈലില്ലാത്ത ഒരാളില്ലല്ലോ, മൊബൈൽ ഇതിൻ്റെ ചെറിയ വെർഷനാണല്ലോ മൊബൈൽ എന്ന് പറയുന്നത്, അതിലേക്ക് മാറി. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലത്ത് ജോലിയായാലും എൻ്റർടൈൻമെൻ്റ് ആയാലും ബാക്കിയുള്ള വിനോദങ്ങളായാലും ഒക്കെ നല്ലൊരു ശതമാനം ഇതിലൂടെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ഹറാമാക്കുന്നത് അല്ലെങ്കിൽ ഇത് വിലങ്ങുന്നത് ഒരു വലിയ ഇൻഫർമേഷൻ ലോകത്തെ തടഞ്ഞു വെക്കുന്നതിന് തുല്യമായിരിക്കാം. നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാനുണ്ടാവട്ടോ, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. വലിയൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ വലിയൊരു നോളജ് വേൾഡിനെ ഈ കുട്ടികൾക്ക് തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ആ ഒരു രൂപത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എങ്കിൽ നമുക്ക് അക്സെപ്റ്റൻസ് കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ ജെൻ ആൽഫയുടെ ഇവരുടെ അറ്റൻഷൻ സ്പാനിങ് വളരെ കുറവാണ്. ഈ ജെൻ എക്സ് അല്ലെങ്കിൽ മില്ലനിയൽസിൻ്റെ ഒക്കെ തുടക്കക്കാർക്ക് 2 മണിക്കൂറോ 3 മണിക്കൂറോ അല്ലെങ്കിൽ പേരഡോസായതിനൊക്കെ 5 മണിക്കൂർ വാല് കേട്ടിക്കണതിന് ഒരു തടസ്സം ഉണ്ടാവില്ലായിരുന്നു. ഒറ്റ ഇരുത്തത്തിൽ അവരങ്ങനെ ഇരുത്തു കൊടുക്കുമായിരുന്നു. അത് അവരുടെ സ്വഭാവത്തിൽ അങ്ങനെ ഇതുകൊണ്ടാണിത്. പക്ഷേ ഈ ജെൻസിയുടെ അവസാനത്തെ ടീമും ജെൻ ആൽഫയുടെ ടീമൊക്കെ അവർക്ക് 2 മണിക്കൂർ വാല് കേട്ടിരിക്കാൻ ഭയങ്കര പാടായിരിക്കും. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളെ അവസ്ഥ ചോദിക്കുന്നില്ല. ജെൻ ബീറ്റൊക്കെ ഏതായാലും നല്ല ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ടീമിനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി, എന്തുകൊണ്ട് ഇപ്പോൾ ഷോർട്സുകളാണല്ലോ വൈറൽ. എന്താ പറയുക, ബൈറ്റ്സുകൾക്കല്ല ഡിമാൻഡ് ഉള്ളത്. യൂട്യൂബുകൾക്ക് 1 മണിക്കൂറുള്ള യൂട്യൂബുകൾ കാണാൻ കിട്ടുന്നില്ലല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇവരുടെ നേച്ചർ തന്നെ ഈ ഷോർട്സൊക്കെ കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ കാണുക, യൂട്യൂബ് കാണുമ്പോൾ ഏകദേശം ഇങ്ങനെ കാണുക. വ്യത്യാസം നോക്കണ്ടേ? ഇങ്ങനെ കാണുമ്പോൾ സത്യത്തിൽ അവർ ആ ഒരു ശ്വാസം പിടിച്ചു നിന്നിട്ടുള്ളൊരിതാണ്, ഭയങ്കര സ്ട്രെസ് എടുത്തിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരു പരിധിയിലധികം അത് നിൽക്കാൻ കഴിയില്ല. യൂട്യൂബ് ആകുമ്പോൾ ഒന്നുകൂടി റിലാക്സ് ചെയ്തിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ അധികം കാണാൻ പറ്റും. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കുറഞ്ഞ സ്പാനിൽ മാക്സിമം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ലോങ് ആയിരിക്കുന്നൊരു കണ്ടൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇവരുടെ ഒരു നേച്ചറാണ്. അപ്പോൾ നമ്മൾ ഒരു ദഅവ രംഗത്തേക്ക് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക പ്രൊപ്പഗേഷൻ രംഗത്തേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിൽ നമ്മളുടെ ഓഡിയൻസ് ആരാണ് എന്ന് തീരുമാനിക്കൽ ആദ്യം നിർബന്ധമാണ്. എല്ലാവരും കൂടിയും ഒരു സാധനത്തിൽ ഒതുക്കുക എന്നുള്ളത് അബദ്ധമായിരിക്കും. വൺ ഫിറ്റ് ഫോർ ഓൾ എന്നൊരു സാധനം ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരു സാധനം എന്നുണ്ടല്ലോ, ഒരു പാത്രത്തിൽ അങ്ങോട്ട് കൊടുത്തിട്ട് ഇതെല്ലാവർക്കും പറ്റുമെന്ന് പറയുന്ന ആ ഒരു സാധനം ഇനി അതിന് വേണ്ട രൂപത്തിൽ മൈലേജ് കിട്ടില്ല. ആളുകളൊക്കെ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദഅവ രംഗത്തും ആ ഫോക്കസ് കൊണ്ടുവരൽ നിർബന്ധമാണ്. ആരാണ് എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ്, ആരെയാണ് ഞാൻ അഭിസംബോധന ചെയ്യാൻ പോകുന്നു എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ, അത് ഈ പറഞ്ഞ ജനറേഷനിൽ ഏതിൽ പെട്ടതാണ് എന്നറിയൽ വളരെ നിർബന്ധമാണ്. അതൊന്ന്. ഇതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പരിചയമുള്ള ആളുകളുണ്ടോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾ, FBയിലൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവരുണ്ടോ? അതിലെങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യൽ?
അതിലുണ്ട് നമ്മളവിടെ ഏത് ഏജ് ഗ്രൂപ്പാണെന്ന് സെലക്ട് ചെയ്യാറില്ലേ, ഏത് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളാണെന്ന് നമ്മൾ കാണുന്നുണ്ട്, ആണാണോ പെണ്ണാണോ എന്ന് സെലക്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ വെച്ചുകൊണ്ട് ഇന്ന സ്ഥലത്തുള്ള ഇന്ന ഏജ് ഗ്രൂപ്പുള്ള ഇന്ന ജെൻഡറുള്ള ആളിലേക്ക് ഈ പരസ്യം എത്തിക്കണം എന്നുള്ള രൂപത്തിൽ ക്യാമ്പയിൻ അദ്ദേഹം ഇപ്പോൾ FBയിലെ ഒരു പരസ്യമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ FB ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇടുന്ന ഈ പരസ്യം കാണിച്ചു കൊടുക്കണമെന്ന് നാം വിചാരിച്ചു കഴിഞ്ഞാൽ അത് US-ലാവട്ടെ, UAE-ലാവട്ടെ, യൂറോപ്പിലാവട്ടെ അവിടെ എത്തിക്കാൻ ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് കഴിയില്ലേ? FBയിൽ അതിനുള്ള മാർഗങ്ങളുണ്ട്. അൽഗോരിതം അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? അവർക്കറിയാം ഇന്ന ഓഡിയൻസ് ഇന്ന സമയത്താണ് ഇതിലേക്ക് വരുന്നത്, FB കാണാൻ വരുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത്, അവർക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ ഇന്നതാണ് എന്നുള്ളത് FBയുടെ അൽഗോരിതത്തിന് അറിയാൻ കഴിയും. ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇവിടെയാണ് ഡാറ്റയുടെ ഇമ്പോർട്ടൻസ്. ഡാറ്റ ഉണ്ടെങ്കിലേ AIക്ക് നിലനിൽപ്പുള്ളൂ. ഡാറ്റയുടെ ഇമ്പോർട്ടൻസ്. നമ്മളടുത്തൊക്കെ ഒരുപാട് ഡാറ്റ ഉണ്ട്, പക്ഷെ നമുക്കിത് എങ്ങനെ എല്ലാവരും ഡാറ്റൻ്റെ ഇമ്പോർട്ടൻസ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേൾക്കാറുണ്ടോ? ഡാറ്റ ഭയങ്കര വാല്യൂ ആണ്. പക്ഷെ ഞങ്ങളടുത്ത് കുറേ ഡാറ്റ ഉണ്ട്, ഇതിനോട് എന്താ പൈസ ഉണ്ടാക്കാൻ അങ്ങ് കഴിയാറില്ല എന്ന് തോന്നാറുണ്ടോ? ഉണ്ടോ? ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതാണ്. ഉദാഹരണത്തിന് നമ്മൾ മജ്മഅൻ എടുത്തോളി. മജ്മഅനിൻ്റെ ഫണ്ട് റൈസിങ് കൂട്ടണം എന്ന് എഴുതിക്കോളി. ഇഷ്ടമുള്ള വിഷയം ആയിക്കോട്ടെ. ഫണ്ട് റൈസിങ് കൂട്ടണമെന്നുണ്ടെങ്കിൽ മജ്മഅനിൻ്റെ ഡാറ്റ നമ്മളെടുത്തുണ്ട്, കഴിഞ്ഞൊരു 3 വർഷത്തെ ഡാറ്റ നമ്മളെടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പലതും കളിക്കാൻ കഴിയും. ആദ്യമൊക്കെ ഒരു ട്രയൽ ആൻഡ് എറർ എക്സ്പെരിമെൻ്റ് ആയിരിക്കും ആദ്യത്തെ 6 months. പിന്നെ നമുക്ക് പതുക്കെ യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ കഴിയും. ഇതെങ്ങനെ ചെയ്യും? ഉദാഹരണത്തിന് മജ്മഅ കഴിഞ്ഞ 3 വർഷമായിട്ട് ഡാറ്റ വളരെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെന്ന് കരുതിക്കോളൂ. അതായത് ഇവിടേക്ക് ഫണ്ട് തരുന്ന ആളുകൾ ആരാണ് തരുന്നത്, അവരുടെ പേര്, അവരുടെ നാട്, അവരുടെ മൊബൈൽ നമ്പർ, അവരുടെ ഇമെയിൽ ID, അവരുടെ ആരാണ് പറയുന്നത്, അവരുടെ ഏജും അറിയുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവർ തരുന്ന ഡൊണേഷൻ എത്രയാണ്, ഈ 5-6 ഫാക്ടറുകൾ നിങ്ങൾ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഈ സാധനത്തെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് നിന്നാണ് കൂടുതൽ കളക്ഷൻ കിട്ടുന്നത്, എത്ര വയസ്സുള്ള ആളാണ് കൂടുതൽ പൈസ തരുന്നത്, ആണാണോ കൂടുതൽ പൈസ തരുന്നത്, പെണ്ണാണോ കൂടുതൽ പൈസ തരുന്നത്, ഏത് രാജ്യത്ത് നിന്നാണ് കൂടുതൽ വരുന്നത്, ഈ സാധനങ്ങൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആദ്യം കിട്ടുന്ന സാധനം ഒരു ഗസ്സിനുള്ള സാധനമായിരിക്കാം. ഇത് വെച്ചിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ അടുത്ത തവണ റിസീവർ പോകുന്ന സന്ദർഭത്തിൽ പറയും ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുത്തു വരണം എന്നിട്ട് പറയും. അങ്ങനെ ഒരു 6 or 7 റൗണ്ട് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് അനുമാനിക്കാൻ കഴിയും ഈ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇത്ര ആളെ കണ്ടു കഴിഞ്ഞാൽ ഇത്ര പണമാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് അയാൾ അവിടേക്ക് വിടണോ വേണ്ടേ, അല്ലെങ്കിൽ എന്നാണ് പോവേണ്ടതെന്നൊക്കെ നമുക്കവിടെ ഓഫീസിലിരുന്ന് തീരുമാനിക്കാൻ പറ്റും. അതാണ് ഡാറ്റയുടെ കളി എന്നുള്ളത്. മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിനാണ് ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ അത് പിന്നെ ഡൊണേഷൻ്റെ മാത്രം വിഷയമല്ല ഞാൻ പറയുന്നത്, എല്ലാ വിഷയങ്ങളിലേക്കും അത് അപ്ലിക്കബിൾ ആണ്. എല്ലാ വിഷയം, അത് പഠനത്തിലായിക്കോട്ടെ, ബാക്കിയുള്ള വിഷയങ്ങളെ ഓരോന്നിനും ഓരോ രൂപത്തിൽ അതിന് കാണേണ്ടതുണ്ട്. ഞാൻ ഡൊണേഷൻ്റെ വിഷയം ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്, ആ കോഴ്സിന് നിങ്ങൾക്ക് പിന്നെ എല്ലാ വർഷവും നിങ്ങൾ നടത്തുന്ന കോഴ്സാണെന്നുണ്ടെങ്കിൽ ഒരു 4 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ കോഴ്സിന് വന്ന കുട്ടികളുടെ സ്വഭാവം നിങ്ങൾക്കുണ്ട് അറിയുന്നുണ്ടെങ്കിൽ പിറ്റത്തെ വർഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങോട്ടും പരസ്യം കൊടുക്കാതെ FBയിൽ നിന്നുകൊണ്ട് ഈ സ്വഭാവം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഇവിടെ ഇരിക്കാൻ ഒരാൾ വേണ്ടി വരും, ഇത് വന്ന് വിളിച്ച് റെഡിയാക്കാൻ ഒരാളുണ്ട് വേണം. ഈ രൂപത്തിലാണ് ഡാറ്റ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഡാറ്റ ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടത്തണം. ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എപ്പോഴും കേൾക്കാറുണ്ടല്ലോ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഇത് 3 ഒന്നാണോ? 3 ഒന്നല്ല അല്ലേ?
എല്ലാവരും വിചാരിച്ചു വെച്ചെങ്കിൽ ഇത് മൂന്നും ഒന്നാന്നാണ്. ഡിജിറ്റൈസേഷൻ, ഡിജിറ്റൽ ട്രാൻസ്ഫർ, ഇത് മൂന്നും ഭയങ്കര വ്യത്യാസമുണ്ട്. മൂന്നും വ്യത്യസ്തത നിങ്ങൾ അറിഞ്ഞിരിക്കുകയും വേണം. ഓക്കെ, ഞാൻ വരുന്നത് ഡാറ്റ. ഇതൊരു മോഡലാണ്. ഈ മോഡലിനെ കുറിച്ച് കുറച്ച് നേരം മനസ്സിലായി. ഞാൻ ഇന്ന് ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്നു, 1 മണിക്കൂർ മാത്രം പറയുന്നുള്ളൂ. കൂടുതൽ പറഞ്ഞ് നിങ്ങൾ ഞാൻ ചെയ്ത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾ ഇതുവരെ കേട്ടിട്ട് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിക്കൊള്ളുന്നില്ല ഈ സാധനം. കുറച്ച് ഡീപ്പായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഇതിലേക്ക് വരാൻ കഴിയും. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു എന്താ പറയേണ്ടതെന്നുള്ളത്. അപ്പോൾ പറയേണ്ടത് ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം, ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ കാരണം. ഒക്കെ അവിടുന്ന് ഇവിടുന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടല്ലോ. പക്ഷേ അതിൻ്റെ ബാക്കിൽ കിടക്കുന്നത് ഡാറ്റയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡാറ്റ എന്ന് പറയുന്നത് എന്തും ഡാറ്റയാണ്. നേരത്തെ പറഞ്ഞു, പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ സാധനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മൾ ഈ ഫ്രീ ആയിട്ട് ആരെങ്കിലുമൊക്കെ സാധനങ്ങൾ തരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫ്രീ ആയിട്ടൊരു ആപ്പ് ഫ്രീ ആണ്, അല്ലെങ്കിൽ 1 മാസത്തേക്ക് ഫ്രീ ആണ്, അല്ലെങ്കിൽ 5 മാസത്തേക്ക് ഫ്രീ ആണെന്നൊരു സാധനം തരുമ്പോൾ ഈ സാധനം ഓലെടുത്തിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് മതി അവർക്ക്. ഈ സാധനം വെച്ചുകൊണ്ട് പിന്നെ 1 മാസം കഴിയുമ്പോൾ ഒരു മാസമാണ് ഫ്രീ എന്നുണ്ടെങ്കിൽ 1 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കോള് വരും. അല്ല സാർ ഇത് ഉപയോഗിച്ചിരുന്നോ, എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങൾ ഓക്കെ നല്ല സാധനമാണെന്ന് പറയും. താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടനെ സാറേ ഇതിനിപ്പോൾ ഞങ്ങൾ ഈ സാറാ സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ തീരാൻ പോവുകയാണല്ലോ, അതുകൊണ്ട് ഇത് 1 വർഷത്തേക്ക് ഇതിൻ്റെ വില 6000 രൂപയാണ്. ഇപ്പോൾ ഒരു ഓഫറുണ്ട്, ഇപ്പോൾ 50% ഓഫുണ്ട്. ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ 50% 3000 കൊടുത്താൽ മതി എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് ചെറിയൊരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൊള്ളാമല്ലോ, നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പോലും 50% ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് വാങ്ങിയേക്കാം. പൈസ നിങ്ങളുടെ അടുത്ത് കയ്യിലുണ്ടാവില്ല, എന്നാലും ഒരു താല്പര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഈ താല്പര്യം അപ്പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നത് പിന്നെ അവരുടെ സെയിൽസ് അവർ നിങ്ങളതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. അതാണ് സെയിൽസ്മാൻ്റെ കഴിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഡാറ്റകൾ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഇവിടെയാണ് ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഇത് പിക്ചർ കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ ഡാറ്റ, ഇതിൻ്റെ ഒരു സ്റ്റേജ് നിങ്ങൾ നോക്കണം. ഡാറ്റ പ്രോസസ്സ് ചെയ്യുക, അനലൈസ് ചെയ്യുക. അത് അനലൈസ് ചെയ്യുമ്പോൾ അത് ഇൻഫർമേഷനായിട്ട് മാറും. ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഇപ്പം റിസാല വായിക്കും, അല്ലെ ബാക്കിയുള്ള വായിക്കും. അതിൽ എത്രത്തോളം നിങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്? വായിച്ചങ്ങ് വിടുകയല്ലേ. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ചോദിച്ചാൽ എന്തോ വായിച്ച ഓർമ്മയല്ലേ ഉണ്ടാവുള്ളൂ, ഉള്ളിലേക്ക് എടുത്ത് ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ഗൂഗിളിൻ്റെ പർപ്പസ്. ഗൂഗിളിൽ ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും, നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഒരു ഇൻഫർമേഷൻ സ്റ്റേജ് ആയി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡാറ്റകൾ എന്തുകൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഡാറ്റ വരുന്നു, അത് കുറച്ച് ഡാറ്റ ആയി കിടക്കണം. അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് എനിക്ക് അറിയുന്നില്ല. അതിനെ നെക്സ്റ്റ് ഇൻഫർമേഷനാക്കി മാറ്റണം. ഈ ഇൻഫർമേഷൻ വരുന്നതോടുകൂടി ഇൻഫർമേഷൻ ഒന്നും കൂടിയും പ്രോസസ്സ് ഇൻറ്റേർണലൈസ് ചെയ്യുമ്പം അത് നോളജായിട്ട് മാറും. ഇപ്പം നിങ്ങൾ കിതാബ് ഓതുന്ന വിഷയങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി. നിങ്ങൾ ജസ്റ്റ് ഓതി പോകുമ്പോൾ എന്താണ് സമാർ പറഞ്ഞു തരുമ്പോൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് താഴെ നോക്കുന്ന ആൾക്ക് അതൊരു നോളജായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ? ഒരു നോളജായിട്ട് മാറിയിട്ടുണ്ടാവും അത്യാവശ്യം. പക്ഷെ നോളജ് കൊണ്ട് കാര്യമുണ്ടോ? വെറുതെ അവിടെ വെച്ചിട്ട് ഒന്നെങ്കിൽ അത് വേറെ ആർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ എഴുതിയ വാഴയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോഴല്ലേ നോളജ് കൊണ്ട് ഉപകാരമുള്ളൂ. അല്ലേ ബനാഫിയ ഇൽമു എന്നൊക്കെ പറയുന്നത് ആ ഒരു ഇതിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ നോളജായി മാറി. നോളജ് അവിടെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഉപകാരം ഉണ്ടാവില്ല. അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഇൻ്റലിജൻസ്, അതിലത് റീസ്ട്രക്ചറിങ് മെൻ്റൽ പ്രോസസ്സസ്, ഇതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്നല്ലോ. അതാണ് ഈ ഇൻ്റലിജൻസ്. നോളജിനെ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അത് ആളുകൾക്ക് അത് ഉപകാരപ്പെടാൻ പോകുന്നത്. നെക്സ്റ്റ് ലെവലിലേക്ക് അതിൻ്റെ ഒരു പക്ഷേ അതൊരു പ്രൊഡക്റ്റായിട്ട് വരും, അല്ലെങ്കിൽ വേറെ പിന്നെ എന്തെങ്കിലും അതിൽ നിന്നൊരു റിസർച്ച് ആയിട്ട് വരുന്ന വേറൊരു സാധനമായിട്ട് അത് വരും, അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് അത് വരും. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇതാണ്ട് ബോറടിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് നമ്മൾ ഡാറ്റ കിട്ടി, ഡാറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്തു, അത് ഇൻഫർമേഷനായിട്ട് മാറി. ഇൻഫർമേഷൻ ഇൻറ്റേർണലൈസ് ചെയ്യുമ്പോൾ നോളജായിട്ട് മാറി. ഈ നോളജിൻ്റെ മുകളിലുള്ള സ്റ്റേജാണ് ഇൻ്റലിജൻസ് എന്ന് പറയും. ഇവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇത് വെച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് ഈ ഇൻ്റലിജൻസ് അപ്ലൈ ചെയ്യുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. നേരത്തെ നമ്മൾ കളക്ഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇന്ന നാട്ടിലേക്ക് പോയപ്പോൾ ഇന്ന നാട്ടിൻ്റെ അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഫണ്ടിനെ കുറിച്ചിട്ടുള്ള ഡാറ്റ നമുക്ക് ഉണ്ടാവുകയാണ്.
അപ്പോൾ ഈ ഡാറ്റയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്, 5 മാസത്തെ വരുമാനത്തെ ഡാറ്റയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ചിലതൊക്കെ ഊഹിച്ചെടുക്കാൻ പറ്റും. ഇന്ന വീട്ടിൽ പോകുമ്പോൾ കൂടുതൽ കിട്ടുന്നുണ്ട്, അത് ഇന്ന സമയത്ത് പോയാൽ കൂടുതൽ കിട്ടും, റമദാനാകുമ്പോൾ ഒന്നും കൂടി കൂടുതൽ കിട്ടും. ഈ സാധനങ്ങളെ ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ആ ഇൻ്റലിജൻസ് എന്ന് വരുന്ന സാധനം. ഇതിലാണ് നമുക്ക് കാര്യം കിടക്കുന്നത്. ഇതിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇത് ഇസ്ലാമിക വിവരങ്ങൾക്കും അങ്ങനെ തന്നെ കേട്ടോ. കിതാബൊക്കെ ഓതാനും ഒക്കെ കഴിവുള്ള എത്രയോ ഉസ്താദുമാരുണ്ടല്ലോ. പക്ഷേ ഒരു ബാവുസ്താദിൻ്റെ ലെവലിലേക്ക് അല്ലെങ്കിൽ സുലൈമാൻ ഉസ്താദിൻ്റെ ലെവലിലേക്കൊക്കെ മാറി എത്ര ആളുകളുണ്ട്? ഇവിടെയാണ് ആ ഒരു റീസ്ട്രക്ചറിങ് മെൻ്റൽ പ്രോസസ്സൊക്കെ നടത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോഴാണ് ആ ഒരു ഇൻ്റലിജൻസ് വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഇൻ്റലിജൻസിനൊരു പ്രശ്നമുണ്ട്. ഇൻ്റലിജൻസ് പിന്നെ അതവില്ലാത്ത വിവരം കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് ആളുകൾ കുറ്റം കെട്ട് പോകണമെന്നൊക്കെ പറയുന്നേക്കാറുണ്ടല്ലോ. അതവില്ലാത്തൊരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പേടിക്കണം എന്ന് പറയുന്നത് അവിടെയാണ്. എവിടെ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും എന്തും ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളിൽ കുറിച്ച് ബോധേടല്ലാത്തൊരു ഒരുത്തൻ്റെ കയ്യിലാണ് ഇത് കിട്ടുന്നതെങ്കിൽ അവൻ പല അപകടങ്ങളോ വരുത്തി വെച്ച് തീർക്കും. അവന് മുന്നും പിന്നും നോക്കാൻ ഇതില്ലാത്ത ഒരാൾ, അവൻ ഈ ടൂൾ അവൻ്റെ അടുത്തുണ്ട്, അവനത് ഉപയോഗിക്കാൻ അറിയാം. അങ്ങനത്തെ ഈ ഒരു സ്റ്റേജാണ് ഇൻ്റലിജൻസ് എന്ന് പറയും. അപ്പോൾ ഒരു മുസ്ലിമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുത്തഅല്ലിമീങ്ങളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റലിജൻസും അല്ല വേണ്ടത്, അതിൻ്റെ മുകളിലുള്ളൊരു സ്റ്റേജ് ഉണ്ട്, വിസ്ഡം എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ആർട്ടിഫിഷ്യൽ വിസ്ഡം. അതായത് ഇൻ്റലിജൻസിനെ വേണമെങ്കിൽ നമുക്ക് ഹയർ ഓർഡർ തിങ്കിങ് എന്ന് വിളിക്കാൻ പറ്റും. ഹയർ ഓർഡർ തിങ്കിങ്, ഇതിൻ്റെ മുകളിലുള്ള ഹയർ ഓർഡർ തിങ്കിങ് വിത്ത് അക്കൗണ്ടബിലിറ്റി, അതാണ് വിസ്ഡം എന്ന് പറയുന്നത്. വിസ്ഡമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോ പടച്ചവൻ്റെ ഒരു ദുനിയാവാണിത്. ഇവിടെ ജീവിക്കാൻ ചില ബൈലോസ് ഉണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ നോളജിനെ ഉപയോഗപ്പെടുത്തി സമൂഹത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവർക്കാണ് ഈ വിസ്ഡം കിട്ടിയെന്ന് പറയുന്നത്. അതാണ് നമ്മൾ വലിയ വലിയ ഉസ്താദന്മാർക്കൊക്കെ വിസ്ഡം എന്നുള്ള ലെവലിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർക്കതറിയാം ആർക്ക് എന്ത് എവിടെ പറഞ്ഞു കൊടുക്കണം എന്ന് അവർക്കറിയാം. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കില്ലല്ലോ. പക്ഷേ നേരെ മറിച്ചിട്ട് അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള ഒരുത്തനെ കിട്ടി, അതബുദ്ധൊന്നും ഇല്ലാത്തവൻ അവൻ എന്ത് വിളിച്ചു പറയും, അവൻ ഇൻ്റലിജൻസ് സ്റ്റേജിലായിട്ടുള്ളൂ. ഇതിലൊക്കെ നമുക്ക് ഒരുപാട് പഠനങ്ങളുണ്ട്. ഈ സാധാ ഇതിലും നമ്മളുടെ ഈ ഇസ്ലാമിക് മോഡലിങ്ങിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതുണ്ട്. ഇതൊക്കെ ഇപ്പം വന്നതാണെങ്കിൽ പോലും ഈ ടേമുകളൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും പഴയകാലത്ത് ഇസ്ലാമിക ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് റിലേഷൻ കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലായാലും ഒക്കെ വരുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മുകളിലേക്ക് ആർട്ടിഫിഷ്യൽ വിസ്ഡത്തിലേക്ക് പോകുമ്പോഴാണ് അവിടെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെ നമ്മളിത് ഉപയോഗപ്പെടുത്തും എന്നുള്ളതോടത്താണ് പിന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അത് നമുക്ക് വേറൊരു ദിവസമാക്കാം എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ ഡിജിറ്റലൈസേഷൻ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഇതിൻ്റെ ഒരു ഡിഫറൻസും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. എന്നാൽ പിന്നെ എല്ലായിടത്തും ഈ വേർഡ് ഉപയോഗിച്ച് നമ്മൾ മണ്ടത്തരങ്ങൾ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൈസേഷൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഡാറ്റയെ കൺവേർട്ട് ചെയ്യാന്നാണ്. അതിപ്പോൾ നിങ്ങൾ പണ്ട് അനലോഗ് ഫോൺ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡിജിറ്റൽ മൊബൈലല്ല ഉപയോഗിക്കുന്നത്, അതാണ് ഡാറ്റ കൺവേർഷൻ എന്ന് പറയും. ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ പ്രോസസ്സിങ്, അതായത് പിന്നെ സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് ലിവറേജിങ് എന്ന് പറയും. അതിൽ നിന്ന് ആ എക്സ്ട്രാക്റ്റ് ഇങ്ങോട്ട് എടുക്കണ്ടല്ലോ, ആ സാധനത്തിൻ്റെ സത്ത് ഇങ്ങോട്ട് ഊരിയെടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ നേടുന്ന അതാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് മൂന്നാണ് ഡിജിറ്റൈസേഷൻ. മൂന്നാണ് സ്കോപ്പ്: ഡിജിറ്റൈസേഷൻ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഒന്ന് ഡിജിറ്റൽ ഡാറ്റ കൺവേർഷൻ ആണ്, മറ്റൊന്ന് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണ്, മൂന്നാമത്തത് നോളജ് ലിവറേജിങ്, അതിൻ്റെ ആ ഔട്ട്കം ഇങ്ങോട്ട് എടുക്കുക എന്നുള്ള സാധനമാണ്. അപ്പോൾ ഇത് പിന്നെ ഒരുപാട് സാധനങ്ങൾ ഇതിൽ പറയാനുണ്ട്. ഒന്ന് അതിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൈസേഷൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് അനലോഗ് ടു ഡിജിറ്റൽ ഫോർമാറ്റ്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റിംഗ്, സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുമല്ലോ, നമ്മൾ ERP ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമാണ്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചിങ് ഓർഗനൈസേഷൻ കൾച്ചർ, ഹൗ ഇറ്റ് വർക്ക്സ്, ദ വേ ഇറ്റ് വർക്ക്സ്. ആ ഓർഗനൈസേഷൻ്റെ കൾച്ചർ മാറ്റുന്നത്. ആളുകൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ചെയ്യുന്നതാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെയല്ല. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ ഡ്രിവൺ ഓർഗനൈസേഷൻ. ഒരു തീരുമാനം ഒരു കമ്പനി എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം എടുക്കണമെങ്കിൽ അവിടെ ഡാറ്റ വെച്ചിട്ടായിരിക്കും അവർ ഡിസിഷൻ എടുക്കുക.
അല്ലാതെ നമ്മൾക്ക് പറയും ഒരു ഓളത്തിൻ്റെ കണക്ക് പറയാലോ, 100ഓളം അല്ലെ 10ഓളം എന്നൊക്കെ. ഈ ഓളത്തിന് അവിടെ പ്രസക്തിയില്ല. കറക്റ്റായിട്ട് ഡാറ്റ എടുക്കും. നമ്മൾ ഊഹം വെച്ചിട്ട് പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണ് മുമ്പൊക്കെ നമ്മൾ ഡിസിഷൻ എടുത്തിരുന്നത്. പക്ഷേ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നതോടുകൂടെ ആ സ്ഥാപനം ഇങ്ങനെ വെറുതെ പോയിട്ട് ഈ ഊഹത്തിന് ഡിസിഷൻ എടുക്കില്ല. നേരെ മറിച്ച് ഡാറ്റ, ഞാൻ പറഞ്ഞില്ലേ, ഈ മാസം നമുക്ക് 10 ലക്ഷം രൂപ ഫണ്ട് റൈസ് ചെയ്യണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 6 മാസത്തെ ഫണ്ടിങ് സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ വർദ്ധിച്ചാൽ 6 മാസം കൊണ്ട് നമ്മളുടെ ഫണ്ട് ഇത്ര ലെവലിലേക്ക് കൂട്ടാൻ കഴിയും എന്നുള്ളത് ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിജിറ്റൽ ട്രാൻസ്ഫോംഡ് ആയി എന്ന് പറയുന്നത്. ഇത് സമയമെടുക്കും കേട്ടോ. ഇത് ഒരു ലോങ് പ്രോസസ്സാണ്. ഒരു 3 to 5 years പ്രോസസ്സാണ് ഈ സാധനം എന്ന് പറയുന്നത്. നമ്മളൊക്കെ പറയാറുണ്ട് നാളെ തന്നെ ഇതൊന്നും മാറ്റി തരുമെന്ന് ചോദിക്കാറുണ്ട്. ഇതങ്ങനെ എളുപ്പമല്ല സാധനം. 3 to 5 years പ്രോസസ്സാണ്. അതിൽ ആദ്യത്തെ ഒരു വർഷമൊക്കെ ചിലപ്പോൾ പക്കാ ഫെയിലിയർ ആയിരിക്കും. നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വർഷം നമ്മൾ ഊഹത്തിൻ്റെ പേരിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇട്ടാൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡാറ്റ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ കുറച്ചൊരു 6 മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഡയറക്ഷനിലേക്ക് ഇത് പോകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാം. അപ്പോൾ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻസൈറ്റുകൾ അതിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതങ്ങനെ ഒരു 5-8 മാസം അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ റൈറ്റ് ട്രാക്കിലായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കമ്പനികൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് അവർ മാർക്കറ്റിംഗ് അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? വെറുതെ FBക്കോ ഇൻസ്റ്റക്കോ കൊണ്ടുപോയി പൈസ കൊടുക്കുന്നതല്ലത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർക്ക് കൃത്യമായിരിക്കുന്ന ഒരിതുണ്ട്. ഉദാഹരണത്തിന് ഞാനൊരു കമ്പനി നടത്തുന്ന ആളാണ്. ഞാനിത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഉദാഹരണത്തിന് പിന്നെ കമ്പനി പേര് നിങ്ങൾക്ക് അറിയാലോ, മീം എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മോറൽ എട്ടെക് കമ്പനിയാണ്. മദ്രസയ്ക്ക് വേണ്ടി തുടങ്ങി വെച്ച ആദ്യത്തെ മോറൽ എട്ടെക് കമ്പനിയാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഇതിൽ കുറേ ആളുകൾ അറിഞ്ഞുകൊണ്ടായിരുന്നു വന്നിരുന്നത്. പിന്നെ കുറച്ച് നാട്ടിലൊക്കെ ഒരുപാട് കോമ്പറ്റീഷനായി, പലരും തുടങ്ങി. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം മീമിൻ്റെ റേറ്റ് കുറച്ച് ഹൈ ആണ്. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം മീമിൻ്റെ റേറ്റ് കുറച്ച് ഹൈ ആണ്. നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആളുകളാണ് ഉള്ളത്. US UK ഏകദേശം നമുക്ക് 43 രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് നമുക്കുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഫേസ്ബുക്കിൽ വെറുതെ കുറേ പൈസ കൊണ്ടായിട്ട് നടക്കുമോ? ഇല്ല. കഴിഞ്ഞ ഏകദേശം 2 വർഷത്തോളമായും കൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്കറിയാം ഈ ഒരു മാസം എനിക്ക് എത്ര അഡ്മിഷൻ എടുക്കണം, മദ്രസയിലേക്ക് എത്ര അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുവരാൻ എനിക്ക് കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സ്പെൻഡ് ചെയ്യും. ഉദാഹരണത്തിന് ഇതിൽ കുറച്ച് ടേമുകളുണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാവോ? ഞാൻ പറഞ്ഞു വെക്കാം. അത് നിങ്ങൾ ഒക്കെ മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ ചിലതൊക്കെ നിങ്ങൾ കേട്ടുന്നാൽ മതി, പിന്നെ നിങ്ങൾ അനലൈസ് ചെയ്ത് പഠിച്ചാൽ മതി. നിങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മപ്പെട്ടോളൂ. അപ്പോൾ ഒരു ലീഡ് ഞാനിപ്പോൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പരസ്യം കൊടുക്കുകയാണ്. ആ പരസ്യം കൊടുക്കുമ്പോൾ ഇതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ചെറുതായിട്ടില്ല. പൈസ ചിലവാക്കിയിട്ട് ചെയ്യുന്നവരുണ്ടോ? ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ നിങ്ങൾ ഡീപ്പായിട്ട് പോകേണ്ട സാധനമാണ് ഇതുള്ളത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ചെയ്യുന്നത് മദ്രസയിലേക്ക് എനിക്കൊരു ഇതിട്ട് ആ മദ്രസയുടെ ഒരു ആഡ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ കൊടുക്കുന്നു. ആ വീഡിയോ ഒരാൾ കാണുന്നു, അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ മൊബൈൽ നമ്പറോ ഇമെയിലും പേരും കൂടെ ചോദിക്കുന്നു. അത് നേരെ വരുന്നത് അവരെ ടൈപ്പ് ചെയ്യുന്നതോടുകൂടി എൻ്റെ CRMലേക്ക് അത് വരിക. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഉണ്ടോ, CRMലേക്ക് അത് വരിക. ഇതിവിടെ വരികയാണ്. ഇങ്ങനെ ഞാനിപ്പോൾ ഒരു 1000 രൂപയുടെ ക്യാമ്പയിനാണ് ചെയ്യുന്നത്. 1000 രൂപയുടെ ക്യാമ്പയിൻ. അതിൽ നിന്ന് എനിക്ക് 20 ലീഡ് കിട്ടി. 20 ലീഡാണ് കിട്ടിയിരിക്കുന്നത് ഈ ക്യാമ്പയിൻ കഴിയുമ്പോൾ. അപ്പോൾ എനിക്ക് ഒരു ലീഡിൻ്റെ പൈസ എത്രയായി? കുറച്ച് ബിസിനസ് പഠിക്കുന്നത് നല്ലതാണോ? 50 രൂപയായി അല്ലേ? 20 ലീഡ് 50 രൂപയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ 20 ലീഡിന് അപ്പോൾ 20 × 50 1000 രൂപ. ഇനി ഇതുകൊണ്ട് മാത്രമായില്ല, ഇതിന് നമ്മൾ പറയുന്ന പേര് CPL എന്നാ പറയുക, കോസ്റ്റ് പെർ ലീഡ്. ഒരു ലീഡിൻ്റെ വില ഇത്ര എന്നുള്ളതാണ് ഇതിൻ്റെ വില. ഇതുകൊണ്ട് കാണിച്ചില്ല ഈ ലീഡ്. ഇതിപ്പോൾ കിട്ടിയത് ഇപ്പോൾ മദ്രസ പഠിപ്പിക്കുന്ന ഉസ്താദായിരിക്കും ചിലപ്പോൾ ക്ലിക്ക് ചെയ്തത്. ഉസ്താദിൻ്റെ നമ്പറായിരിക്കും വന്നത്. ഉസ്താദിന് മദ്രസ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഉസ്താദ് ക്ലിക്ക് ചെയ്ത് വന്നു. ഇങ്ങനെ വെറുതെ ക്ലിക്ക് ചെയ്യുന്ന ഒരുപാട് ആളുണ്ടാവും. പിന്നെ ഈ ലീഡ് 20 വന്നതോടുകൂടി മാർക്കറ്റിംഗ് ടീമാണ് ഈ ലീഡ് കൊണ്ടുവരുന്ന ടീം. സെയിൽസ് ടീം എന്ത് ചെയ്യും? ഈ വന്ന ലീഡ് CRMലുണ്ട്. ഒരുങ്ങുണ്ടോ? ഞാൻ മാറ്റണോ ടോപ്പിക്ക്? ഈ CRMലുണ്ട്.
CRM വരുന്നതോടുകൂടെ പിന്നെ സെയിൽസ് ടീം വിളിക്കുകയാണ്. ഹലോ, നിങ്ങളിങ്ങനെ പിന്നെ ഒരു എൻക്വയറി നടത്തിയിരുന്നല്ലോ, മദ്രസേൻ്റെ ഇതിൽ വിഷയങ്ങളൊക്കെ പറയണം. അപ്പോൾ ചില ആളുകൾ എനിക്ക് വേണം, വെറുതെ ഇതാണെന്ന് പറയും. ഞാൻ വെറുതെ ക്ലിക്ക് ചെയ്ത് കണ്ടപ്പോൾ ഇതാണ്, എനിക്ക് വേണ്ട, വിട്ടുപോയി പൊക്കോന്ന് പറയും. അങ്ങനെ 100 ലീഡ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 95 ലീഡും അങ്ങനത്തെ ആയിരിക്കും, ഒരു താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും. ഒരു 5 ലീഡൊക്കെ താല്പര്യമുള്ളവരുണ്ടാവുള്ളൂ. ഈ 5 ലീഡ് നമുക്ക് ഓക്കെ, ഞങ്ങൾക്ക് മോനെ മദ്രസ വേണം, അല്ലെ എനിക്ക് മദ്രസ വേണമെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ എന്തായി, 1000 രൂപ ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നു. 100 ആള് ലീഡ് എനിക്ക് വന്നിരുന്നു. അതിൽ 5 ആളാണ് താല്പര്യം പ്രകടിപ്പിച്ചത്. മനസ്സിലായോ? അപ്പം എത്രയായി? ബാക്കി 95 പോയി, വേസ്റ്റ് ആട്ടോ. സെയിൽസ് ടീമിൻ്റെ സമയം പോയി, അതിനുള്ള പൈസയും പോയി. പക്ഷേ ഈ 5 ആൾ ഇവിടെ ഉണ്ട്. ഈ 5 ആള് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഞാൻ 1000 ചിലവാക്കിയത്. അതിന് CAC എന്ന് പറയും, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഈ 1000, ഇത് 5 ആളെ കിട്ടാൻ വേണ്ടിയിട്ട് 1000 ഡിവൈഡഡ് ബൈ 5 എത്ര? 2000 അല്ലെ 200. അപ്പോൾ ഇതിൻ്റെ CAC വാല്യൂ എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ഈ CAC 200 രൂപയാണ്. 5 ആളെ കിട്ടിയുള്ളൂ, 200 രൂപ. പിന്നെ വേറെ എക്സ്പെൻസ് അതുണ്ട്. ഈ 2 സാധനങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നാളെ നിങ്ങൾ മജ്മഅന് ഫണ്ട് റൈസ് ചെയ്യുന്നെങ്കിൽ CPL CAC ഒക്കെ അറിയൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാതെ വെറുതെ കൊണ്ടുപോയി പൈസ ഇട്ട് കഴിഞ്ഞാൽ പൈസ മുഴുവൻ പോയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞു തന്നെ. എല്ലാത്തിൻ്റെ പിന്നിലും നല്ല ഇൻഫർമേഷൻ പ്രോസസ്സിങ് ആവശ്യമുണ്ട്. അങ്ങനെ ഇത് വരുന്നതോടുകൂടെ അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ CPL എന്ന് പറയുന്നത് 50 രൂപയാണ്. അതിൻ്റെ കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 5% ആണ്. അപ്പോൾ എനിക്കിപ്പോൾ 5 ആളെയാണ് കിട്ടിയിരിക്കുന്നത്. എനിക്കിപ്പോൾ 100 ആളെ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ഞാൻ സ്പെൻഡ് ചെയ്യണം? × 20 സ്പെൻഡ് ചെയ്യണം. അതായത് 20,000 രൂപ ഞാൻ ചിലവഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര 100 അഡ്മിഷൻ കൊണ്ടുവരാൻ കഴിയും. ഇങ്ങനെയാണ് ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതേ രൂപത്തിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു NGOക്ക് ചെയ്യാമെന്ന് കരുതിക്കോളി. ഇപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് നേരത്തെ പറയാൻ കാരണം ഫണ്ട് റൈസിങ് മോഡുകൾ മാറ്റേണ്ടി വരുമെന്ന് പറയുന്നത് ജനറേഷൻ X മാറുന്നതോടുകൂടെ നമുക്ക് പിന്നെ ഒരു പക്ഷേ ഇങ്ങനെ അവർ ഫണ്ട് പഴയ പോലെ തരൂല. അവർ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചിലപ്പോൾ നമ്മളൊരു വാല്യൂ പറഞ്ഞാൽ അപ്പം തന്നോളന്നില്ല. വരാൻ പോകുന്ന ജനറേഷൻ, പ്രത്യേകിച്ച് ജെൻസി, ഇവർ ട്രാൻസ്പറൻസി ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ കൊടുത്ത പൈസ എങ്ങനെയാണ് ഇവർ ചെലവഴിക്കുന്നത്, എവിടേക്ക് പോയി എന്നുള്ളതിനുള്ള ട്രാൻസ്പറൻസി ഇവർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് കിട്ടിയിട്ടില്ല എങ്കിൽ അവരിടുന്ന് പൈസ കിട്ടൂല. നമ്മളെ പിരിവിലും വരുന്ന മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കുട്ടികളുടെ സ്വഭാവം, ഈ ഡൊണേഷൻ കൊടുക്കുന്ന ആളുകളുടെ സ്വഭാവം നോക്കിയിട്ട് വേണം നമ്മൾ ഡൊണേഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഇവർ പറയുകയാണ് ഞാൻ എന്തിനാണ് ചിലവഴിച്ചത്. ഇവിടെയാണ് പലപ്പോഴും ചില ആളുകളൊക്കെ അപ്പോൾ സക്കാത്തിൻ്റെ ഒക്കെ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഇവിടെയൊക്കെയാണ് ഇവർ കണ്ണിൽ പൊടിയിടുന്നത്. ഈ പല ആളുകളുടെയും സക്കാത്തുകൾ ഈ സക്കാത്ത് കമ്മിറ്റി വാങ്ങുന്നത് അവർക്ക് ഓരോ വർഷവും സക്കാത്ത് അവരുടെ ബൈത്തു സക്കാത്തിൽ നിന്ന് ചെലവഴിച്ചതിൻ്റെ ഇത്ര വീട്, ഇത്ര ഓട്ടോറിക്ഷ, ഇത്ര സാധനം എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും കൂടി വ്യക്തമായി ഡാറ്റ വെച്ച് പറയുന്നതോടുകൂടി ആളുകൾക്ക് കൺവിൻസ് ചെയ്യാൻ ഒന്നും കൂടി എളുപ്പമാണ്. അപ്പോൾ അവിടെ ഒരു ട്രാൻസ്പറൻസി കൊണ്ടുവരാൻ ട്രാൻസ്പറൻസി ഉണ്ടോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ വിഷയം, അതിലേക്ക് ഞാൻ വരുന്നില്ല. പക്ഷേ ആളുകളെ കൺവിൻസിങ് ആയിരിക്കുന്ന ചില ഡാറ്റകൾ വെച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ വിശ്വാസ്യത കൂടുകയാണ്. അപ്പോൾ നമ്മളൊരു ദാവ നടത്തുകയാവട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു ഫണ്ട് റൈസിങ് നടത്തുകയാവട്ടെ, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുകയാവട്ടെ, അവിടെയൊക്കെ ഡാറ്റകൾ പറയുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത കൂടി വരും. ഈ വിശ്വാസ്യത കൂടി വരുമ്പോൾ ട്രാൻസ്പറൻസി ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവരിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുമ്പോൾ കാര്യങ്ങളൊക്കെ അവരിലേക്ക് പോകും. അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മളുടെ ദഅവാ രംഗത്തായാലും എഡ്യൂക്കേഷൻ രംഗത്തായാലും ബാക്കിയുള്ള മേഖലകളിലായാലും ഒക്കെ വരേണ്ടതുണ്ട്. നിങ്ങൾക്കൊക്കെ അടുത്ത വർഷം പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ജെൻസിയുടെ സ്വഭാവത്തെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കൂ. ജെൻസിയുടെ സ്വഭാവം, നിങ്ങളുടെ ജനറേഷനാണല്ലോ ജെൻസി എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ ജെൻ ആൽഫയുടെ സ്വഭാവം പഠിച്ചു നോക്കൂ. ഇപ്പോൾ മദ്രസയിലുള്ള കുട്ടികളുടെ, ഈ K12 മദ്രസ ഇതിലുള്ള കുട്ടികൾ പഠിച്ചു നോക്ക്. അവരാണല്ലോ അടുത്ത് വരാൻ പോകുന്ന ആളുകൾ. ഇവരുടെ സ്വഭാവമൊക്കെ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത്ര നേച്ചറിൽ ഇവരുടെ എന്താണ് പറയും. ഞാനിവിടെ അടുത്തൊരു കുട്ടിയെ കണ്ടു, ഒരു +1 പഠിക്കുന്ന കുട്ടിയാണ്. അവൻ മൊട്ടയടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി അവൻ വെറുതെ മൊട്ടയടിച്ചായിരിക്കുന്നത്. നമ്മളെല്ലാം പിന്നെ അങ്ങനത്തെ ടീമാണെന്ന് കരുതണ്ട. ഇവൻ മൊട്ടയടിച്ചതുകൊണ്ട് ഞാൻ ചോദിച്ചു ഇവനോട്, ആദ്യം എന്നോടൊന്നും പറഞ്ഞില്ല, വെറുതെ അടിച്ചാണെന്ന് തന്നെ. അപ്പോൾ ഒന്നും കൂടി ചോദിച്ചു,
എന്തുകൊണ്ടാണ് നീ മുട്ടയടിച്ചത്, വേനൽ ചൂടായതുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം എന്നെ വളരെയധികം ചിന്തിച്ചു. അവൻ പറഞ്ഞു, ഇതെൻ്റെ ഒരു റിസർച്ചിൻ്റെ ഭാഗമാണെന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് റിസർച്ച് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാനിപ്പോൾ സാധാരണ മുടി വെച്ച് ഇങ്ങനെ പോകും, നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആൾ തന്നെയാണ്, മറ്റേ വെട്ടൊന്നുമല്ല, സാധാരണ മുടി വെച്ച് പോകുമ്പോൾ ആളുകൾ എന്നെ കാണുന്നുണ്ട്. ഞാൻ ഇങ്ങനെ മുട്ടയടിച്ചോടുകൂടി എന്നെ സ്ഥിരം കണ്ടിരുന്ന ആളുകളുടെ മുഖത്തെ എക്സ്പ്രഷൻ എനിക്കൊന്ന് പഠിക്കണം, അവരെങ്ങനെയാണ് എന്നെ വീക്ഷിക്കുന്നതെന്ന് എനിക്കറിയണം. ഇതെൻ്റെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. അവൻ ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല, ഞാനിങ്ങനെ വീണ്ടും എങ്ങനെ ചോദിച്ച സമയത്ത് പറഞ്ഞതാണ്. അപ്പം ഈ ജെൻസിയും അല്ലെങ്കിൽ ജെൻ ആൽഫയൊന്നും എല്ലാവരും പൊട്ടന്മാരൊന്നുമല്ല, അവർക്കൊക്കെ അവരുടേതായ ചില കോൺസെപ്റ്റുകളുണ്ട്. ആ കോൺസെപ്റ്റുകൾ മനസ്സിലാകാത്ത നമ്മളെയാണ് അവർ തന്ത വൈബ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാക്കണം നമ്മൾ. ഇപ്പം നിങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കാത്ത ഉസ്താദന്മാരൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സ് പറയും തന്ത വൈബ് എന്ന് പറയുന്നുണ്ടാവും. എനിക്കറിയാം, അതൊക്കെ നമ്മളുടെ ഒരു ഇന്ന് ഉപയോഗിക്കുന്ന ടേമാണ്. അപ്പോൾ ഇവരത്ര മോശക്കാരല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇവർക്ക് ഇവരുടേതായ കുറെ കാഴ്ചപ്പാടുകളുണ്ട്. ഈ കാഴ്ചപ്പാടുകളെ എങ്ങനെയാണ് ഇവരിലേക്ക് എങ്ങനെയാണ് താഴ്ത്തിക്കാൻ കഴിയുക, ഇവിടെയാണ് നമ്മളുടെ റിസർച്ച് കിടക്കേണ്ടത്. ഇവിടെയാണ് ദഅവയുടെ മോഡലുകൾ നടക്കേണ്ടത്. പല ആളുകൾക്കും പല നേച്ചറാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, വൺ ഫിറ്റ് ഫോർ ഓൾ എന്ന ഒരു സാധനം ഇല്ല. ഒരു സാധനം കൊണ്ടുകൊടുത്തിട്ട് അതെല്ലാവർക്കും സൂട്ടബിൾ ആവുമെന്നുള്ള സാധനം നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ വരുന്നു, ഗ്രൂപ്പ് എഡ്യൂക്കേഷൻ പ്ലാൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൂപ്പ് ക്ലാസ്സിൻ്റെ ഒരു ലിമിറ്റേഷൻ, ഗ്രൂപ്പ് ക്ലാസ്സിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ലിമിറ്റേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ 40 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം പഠിക്കുന്ന കുട്ടിക്ക് അവിടെ നമ്മൾ സ്ലോ ആക്കുകയാണ്. അവന് ഈ ഒരു വർഷത്തെ ഇത് പഠിക്കാൻ അവന് 3 മാസേ ആവശ്യം ഉണ്ടാവുള്ളൂ, 2 മാസേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളുടെ സിസ്റ്റം അവനെ സ്ലോ ചെയ്യുകയാണ്. നേരെ മറിച്ച് തീരെ പഠിക്കാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് കൂടുതൽ സമയം ആവശ്യമുണ്ട്. അവന് വേണ്ടിയിട്ട് ഇവരെ വലിക്കണം. അപ്പോൾ മുകളിൽ പോകുന്നവനെ താഴോട്ട് വലിക്കുന്നു, താഴെയുള്ളവനെ ഇങ്ങോട്ട് വലിക്കും. ഇതിൻ്റെ ഇടയിൽ ന്യൂട്രൽ ഇങ്ങനെ ഇട്ടിട്ടാണ് ടീച്ചർമാർ ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതൊരു വലിയ ഇതാവുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ഗ്രൂപ്പ് എഡ്യൂക്കേഷനോട് കൂടെ മെൻറ്ററിങ്, ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേക ഇതാണ്. ഓരോരുത്തർക്കും അവരുടെ ഒരു പാഷനായിരിക്കും. എല്ലാവർക്കും ജനറലായിട്ട് കിട്ടേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും, അതൊക്കെ. പക്ഷേ എൻ്റെ പാഷൻ ഏരിയയിലാണ് എനിക്ക് തിളങ്ങാൻ കഴിയുക. ആ പാഷനിലേക്ക് നിങ്ങൾ വിട്ടുനോക്കി, ഞാൻ അവിടെ ഷൈൻ ചെയ്യും, ഞാൻ അവിടെ നന്നായിട്ട് ഷൈൻ ചെയ്യും. അപ്പം നമുക്ക് നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്കോ ഞാൻ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കി തരാൻ കഴിയാത്തത് കൊണ്ട് ഒരു പാത്രത്തിലിട്ടിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുള്ളത്. ഇത് മോശമാണ്. ഇത് ഞാൻ വിമർശിക്കല്ല ചെയ്യുന്നത്. ഇതൊരു വലിയ സിസ്റ്റം കൊണ്ടുപോകാൻ അങ്ങനെ കഴിയുള്ളൂ. പക്ഷേ ആ വലിയ സിസ്റ്റത്തോടൊപ്പം ചെറിയ കുറേ സിസ്റ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അവനവൻ്റെ ജനറലായിട്ട് ഇൻഫർമേഷൻ എല്ലാം കിട്ടണം. അതോടൊപ്പം തന്നെ സ്വന്തം ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയിൽ പാഷൻ ഡ്രിവൺ ആയിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ ഇതിപ്പം നമ്മളെ ഇസ്ലാമിക എഡ്യൂക്കേഷൻ രംഗത്ത് മാത്രമല്ല കേട്ടോ, സ്കൂളിക് എഡ്യൂക്കേഷൻ്റെ പ്രശ്നം എന്താണ്? സ്കൂളിൽ സംഭവിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇത്ര നല്ല കുട്ടികളുണ്ട്, അവർക്കൊരു വർഷമൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിട്ടുന്ന സാധനം പഠിപ്പിച്ചു കൊടുക്കാൻ 2.5 മണിക്കൂർ ആവശ്യമുള്ളൂ. 2.5 മണിക്കൂർ കൊണ്ട് രാവിലെ തൊട്ട് ഈ 10 മണി മുതൽ 4 മണി വരെ സ്കൂളിൽ കിട്ടുന്ന സാധനം പഠിപ്പിച്ചു കൊടുക്കാൻ 2.5 മണിക്കൂർ ആവശ്യമുള്ളൂ. പക്ഷേ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വേറെ പലതും കിട്ടുന്നുണ്ട്. അടിയും മിടിയും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ ഒരു സ്വഭാവം അവിടെയും മോൾഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിന് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ഇത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫാസ്റ്റ് ട്രാക്ക് മോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒരു വർഷം ക്ലിയർ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്ക് ഉണ്ടെങ്കിൽ എന്നെ അനുവദിച്ചൂടെ? അത് അസസ് ചെയ്യാനുള്ള മെത്തേഡ് ഗവൺമെൻറ്റിൻ്റെ അടുത്തില്ലാത്തതുകൊണ്ടാണ്. 3 വർഷം ഞാൻ എന്തിന് വേസ്റ്റ് ചെയ്യണം? ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, US-ലൊക്കെ അതുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് NIOS ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അമേരിക്കൻ കരിക്കുലത്തിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എഴുതി പോകാൻ പറ്റും. ഇന്ത്യൻ ഇതിലേക്ക് മാറിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഗോയിങ് ഫോർവേഡ് നിങ്ങളൊക്കെ ഫീൽഡിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഉള്ള ജനറേഷൻ ജെൻ ആൽഫയും ജെൻ ബീറ്റയും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരോട് സംസാരിക്കണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഡാറ്റ ഡ്രിവൺ ആവണം. ഡാറ്റകൾ വെച്ച് സംസാരിക്കുമ്പോൾ ഡാറ്റകൾ വെച്ച് ഫാക്റ്റുകൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അട്രാക്ഷൻ കിട്ടും, നിങ്ങളെ കേൾക്കാൻ ആളുകളുണ്ടാവും. കുറഞ്ഞ സമയത്ത് കൂടുതൽ കേൾക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും, കൂടുതൽ സമയത്ത് കുറഞ്ഞത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. രണ്ടും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ചെറിയ പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടാവും. അപ്പം ആരെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിരിക്കുന്ന ഒരു ധാരണ
നമുക്കുണ്ടായാൽ മാത്രമാണ് നമുക്ക് ഈ രംഗത്ത് തിളങ്ങാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ഏതും ആവട്ടെ, അതായത് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്ററായി പോവുകയാണ് സ്ഥാപനത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു ഉസ്താദായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ വേറെ മറ്റുള്ള ഫീൽഡുകളിലേക്ക് പോവുകയാണ്, എവിടെയായാലും ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് ആണ്. ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ടത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നിടത്തും ഈ നോളജ് മാനേജ്മെൻറ്റ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഇത് രണ്ടും ഒന്നിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണിത്. ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ 7 പില്ലേഴ്സാണ്. നോളജ് മാനേജ്മെൻറ്റിന് 4 പില്ലേഴ്സ്. ഒന്ന് ലീഡർഷിപ്പ് എന്നുള്ളത് നോളജ് മാനേജ്മെൻറ്റിൽ ലീഡർഷിപ്പ് എന്ന് വിശേഷിക്കുന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അതിന് ലീഡർഷിപ്പ് ആൻഡ് കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൾച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ഉണ്ട്. ഈ ലീഡർഷിപ്പിന് ഈ പുതുമയുടെ വേഗത്തിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെന്താ പറയും, പഴയ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി പറയും. മാത്രമല്ല പരീക്ഷണത്തിന് വിധേയമല്ല, ഇന്നൊവേഷന് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റിന് തയ്യാറല്ലാത്ത നേതൃത്വമാണ് എന്നുണ്ടെങ്കിൽ അവർ ഒരു പക്ഷേ പലതും ഭയന്നിട്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവർ പേടിക്കുന്നത് കൊണ്ട് ഇന്നൊവേഷൻ ഇല്ലാതെയാവും, പരീക്ഷണങ്ങൾ നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കൾച്ചർ, ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കൾച്ചർ, പുതുമകൾ കണ്ടെത്തുക, അത് കണ്ടെത്തുമ്പോൾ അവിടെ വിവരമുള്ള ആളുകളാവും കേട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ ആ ഒരു സാധനം, അപ്പോൾ ലീഡർഷിപ്പ് എന്നുള്ളത് ലീഡർഷിപ്പും കൾച്ചറും ഒരു ഇതായി മാറുകയാണ്. ലീഡർഷിപ്പിൽ നിന്ന് ലീഡർഷിപ്പ് എന്നുള്ളതും അതുകൊണ്ട് കൾച്ചർ എന്നുള്ള വേറൊരു പില്ലറും കൂടിയും വരികയാണ്. ഓർഗനൈസേഷൻ എന്നുള്ള പീപ്പിൾ ആൻഡ് ചേഞ്ച്, ആളുകൾ എന്നോടൊപ്പം തന്നെ പീപ്പിൾ മാനേജ്മെൻറ്റിനോടൊപ്പം തന്നെ ചേഞ്ച് മാനേജ്മെൻറ്റ്, നിരന്തരം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നൊരു സാധനം. ഒരു സ്പൈറൽ ബൈൻഡിങ് കണ്ടില്ല, അതിങ്ങനെ കറങ്ങിയല്ല പോവുക. ഇതുപോലെ ആവണം നമ്മളിങ്ങനെ പഠിക്കുക, അങ്ങനെ സ്പൈറൽ പോലെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ റിഫൈൻ ചെയ്ത് ഇങ്ങനെ എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അവിടെയാണ് ആ ചേഞ്ച്, പുതിയതിനെ സ്വീകരിക്കാനുള്ളത്, പുതിയതിനെ പരീക്ഷിക്കാനുള്ളത്. എല്ലാ പുതിയതും വിജയിച്ചോളണമെന്നൊന്നുമില്ല കേട്ടോ, പരീക്ഷിക്കാനുള്ള ഒരു ടെൻഡൻസി അത് ഓർഗനൈസേഷൻ, ഈ പുതിയ കൾച്ചർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പണ്ടൊക്കെ ഒരു $1 ബില്യൺ കമ്പനി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു 20 വർഷം 10 വർഷം 30 വർഷമൊക്കെ. ടാറ്റ മോട്ടോഴ്സൊക്കെ ഒരു $1 ബില്യൺ കമ്പനി ഏകദേശം 20 വർഷം എടുത്തിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് ഒരു $1 ബില്യൺ കമ്പനിയാണ്. ഇന്ന് ഒരു $1 ബില്യൺ പിന്നെ ഇൻസ്റ്റലിന് മുമ്പ് ഉണ്ടായിരുന്ന വേറൊരു കമ്പനി 7 ദിവസം കൊണ്ട് $1 ബില്യൺ വാല്യുവേഷനിലേക്ക് എത്തി. വാല്യുവേഷനാണ്, മറ്റൊന്നും വാല്യുവേഷൻ തന്നെയാണ്. ഒന്നൊരു അസറ്റ് ബേസ്ഡ് ബിൽഡിംഗ് ആണ്, മറ്റൊന്ന് ഇൻ്റലക്ച്വൽ ബേസ്ഡ് ബിൽഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കണം, ഈ ഒരു ചേഞ്ച് $1 ബില്യൺ കമ്പനികളൊക്കെ ബിൽഡ് ചെയ്യാൻ 1 വീക്ക് കൊണ്ട്, മുമ്പ് 20 വർഷമൊക്കെ പിടിച്ചിരുന്ന $1 ബില്യൺ കമ്പനികൾ ബിൽഡ് ചെയ്യാൻ ഒരു ആഴ്ച കൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ മുന്നിൽ കിടക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ടെക്നോളജിക്കോട് ഇമ്പോർട്ടൻസ്, ലേണിങ്ങിൽ നമ്മളവിടെ പഠിച്ചു പോവുക എന്നുള്ളതിനപ്പുറം ഈ പഠിച്ചതിൽ നിന്ന്, എക്സ്പീരിയൻസിൽ നിന്ന് ഇന്നൊവേഷൻ, ആലോചനകൾ, റിസർച്ച്, ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ സമുദായം പിറകിൽ നിൽക്കുന്നത്. നമ്മളടുത്ത് ഇൻഫർമേഷൻസ് ഉണ്ട്, നോളജും ഉണ്ട്. ഇൻ്റലിജൻസിലും വിസ്തത്തിലേക്കും പോകുമ്പോൾ നമുക്ക് എണ്ണാൻ ആളുകളില്ലാതെ. കാരണം എന്തുകൊണ്ടാണ്, ഇന്നൊവേറ്റീവ് ആയിരിക്കുന്ന ഇന്നൊവേഷന്, പുതിയ പരീക്ഷണങ്ങൾക്ക്, പുതിയ റിസർച്ചുകൾക്ക്. നമ്മളുടെ റിസർച്ച് എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്താണ്, നമ്മുടെ റിസർച്ച് എന്ന് പറയുന്നത് ഒരു PhDക്ക് വേണ്ടിയുള്ള റിസർച്ചാണ്. ഡോക്ടറെ ഇപ്പാരും ഡോക്ടറിന് ഉപയോഗിക്കാതെ, അത് മാത്രം ഡോക്ടർമാരായതുകൊണ്ട് പാരും അങ്ങനെ ഉപയോഗിക്കാറില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. ഈ ഇന്ത്യയിൽ പഠിച്ചിറങ്ങുന്ന PhD റിസർച്ചുകളിൽ 90% മുകളിലും ഒരു വാല്യൂ ഇല്ലാത്ത സാധനങ്ങളാണ്. ആ ഒരു പേപ്പറേ ഇറക്കിയിട്ടുള്ളൂ. വളരെ കുറച്ച് മാത്രമേ അക്കാദമിക് കോൺട്രിബ്യൂഷൻ നൽകുന്ന റിസർച്ചുകൾ നടക്കുന്നുള്ളൂ. അത്തരം റിസർച്ചുകൾ നമ്മുടെ ഭാഗത്തു നിന്നില്ലാവില്ല. കാരണം എന്താണ്, നമ്മളൊരു ഇൻഫർമേഷൻ ലെവലിലും നോളജ് ലെവലിലും മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഇൻ്റലിജൻസ് ലെവലിലേക്കും വിസ്ഡം ലെവലിലേക്കും പോവാൻ എല്ലാവരും അതിലേക്ക് പോകേണ്ട ആളുകളൊന്നുമല്ല കേട്ടോ. ഞാൻ പറയുന്നത് അങ്ങനല്ല, എല്ലാവരും അതിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലൊക്കെ ഈ ലെവലിലൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ എന്നാലും കുറച്ച് ആളുകളൊക്കെ അതിലേക്ക് പോവേണ്ടതുണ്ട്. മുൻഗാമികൾ പോയിരുന്നു. അതിൻ്റെ ആ പഴമഴയുടെ ചരിത്രമാണ് ഇപ്പോഴും നമ്മൾ ആളുകളിലൊക്കെ പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോളജിൻ്റെ അപ്പുറത്തേക്ക് പോവാൻ ആ ഒരു അന്വേഷണ ത്വരയുണ്ടല്ലോ, ആ ത്വര നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതെന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടു വെച്ച് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം എന്നുള്ളത് പണമുണ്ടാക്കുക എന്നുള്ളൊരു മാർഗമാണ് എന്നുള്ളത് വന്നതോടുകൂടെ പണമുണ്ടാക്കുക എന്നുള്ളതായി. മുമ്പുള്ളവർക്ക് വിദ്യാഭ്യാസം നിന്ന് പണമുണ്ടാക്കാനുള്ള മാർഗ്ഗമല്ലായിരുന്നു, ഉള്ളവരുണ്ടായിരുന്നു കേട്ടോ. അതും നമ്മൾ ആരെയും പണം ഉണ്ടാക്കുന്നത് മോശമുള്ള കാര്യമായിട്ടൊന്നുമല്ല.
അതുണ്ടെങ്കിലല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷെ എല്ലാവർക്കും അതായിക്കൊള്ളണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ട്. ചില ആളുകൾക്ക് ഈ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുന്നതാണ് അവരുടെ പാഷൻ. ചില ആളുകൾക്ക് കൂടുതൽ റിസർച്ച് ചെയ്ത് ആ രൂപത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലാണ് അവർക്ക് ആത്മസംതൃപ്തി ഉള്ളത്. ഈ പണത്തിലല്ലല്ലോ സന്തോഷം, പണത്തിലല്ല സന്തോഷമുള്ളത്. അതും ഈ വിഷയം പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നിങ്ങളുടെ ജെൻസി എന്ന് പറയുന്ന ഈ വിഭാഗം അവർക്ക് ഈ നമ്മളിപ്പോൾ ഫുൾഫിൽമെൻറ്റ്, അച്ചീവ്മെൻറ്റ് രണ്ട് സാധനം ഇങ്ങനെ വരച്ചെടുക്കുകയാണെങ്കിൽ, ഫുൾഫിൽമെൻറ്റ് എന്നുള്ള വൈ ആക്സിസും മറ്റേത് എക്സ് ആക്സിസും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഫുൾഫിൽമെൻറ്റിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വയം എന്താ പറയുക, സ്വയം ചതിയാണ് ഇവർ ചെയ്യുന്നത്. അവർക്ക് വലിയ ഫുൾഫിൽമെൻ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവരിങ്ങനെ അഭിനയിക്കും, ഓ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നുള്ള രൂപത്തിൽ അഭിനയിക്കണ ഒരു സെലിബ്രേറ്ററി മോഡായിരിക്കും അവർക്കും ഉണ്ടാകുന്നത്. പക്ഷെ അവർ അച്ചീവ്മെൻ്റ് ഒന്നും നേടിയിട്ടുണ്ടാവില്ല. ഇപ്പം കിട്ടിയത് ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നാളത്തേക്ക് എന്തുള്ളതെന്നുള്ള സമ്പാദ്യശീലം ഈ ജെൻസിയുടേതും അതുകൊണ്ട് തന്നെ വർക്കിൻ്റെ ശീലവും അവിടെ കുറവാണ്. ഇപ്പോൾ കോർപ്പറേറ്റ് കൾച്ചറൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ഇവർക്ക് കുത്തിയിരുന്ന് പണിയെടുക്കാമെന്നുമല്ല, പൈസ കിട്ടണം, നല്ലോണം കിട്ടണം. പക്ഷെ കുത്തിയിരുന്ന് പണിയെടുത്തിട്ട് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ബോധം എല്ലാവർക്കും നല്ല നല്ലൊരു ശതമാനത്തിനില്ല. എന്നാലോ പൈസക്ക് ഒരു കുറവുമില്ലാണ്, അത് നല്ല വേണമാണ്. അപ്പം എന്താണ് ഇവർക്ക് അത് വെച്ചിട്ട് അവർക്ക് ആ ഒരു ഫുൾഫിൽമെൻറ്റ് നേടണം. പക്ഷെ ഇത് വെച്ച് ഈ അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് ഫുൾഫിൽമെൻറ്റ് നേടുമ്പോഴാണ് സക്സസ് ആയി മാറുന്നത്. ഇതൊരു സ്വയം ഒരു ആർട്ടിഫിഷ്യൽ സാധനത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ടാണ് ഞങ്ങൾ ഭയങ്കര സന്തോഷവാനാണെന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ യൂട്യൂബിലൊക്കെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? ഇതാണ് അത് സ്വയം ഈ ഒരു ജനറേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ലാഭം പോകുന്ന ആളുകളാണല്ലോ, ഇവരൊന്ന് പഠിക്കണം. ജെൻസിയുടെയും ജെൻ ആൽഫയുടെയും ജെൻ ബീറ്റ ഇനി വരുന്നുള്ളൂ, കുറച്ചുകൂടി സമയമുണ്ട്. അതിൻ്റെ സ്വഭാവം ഒന്ന് പഠിച്ചു നോക്കി, ഇവരിലേക്ക് എങ്ങനെ അത് അഴവത്തെത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വൈറ്റ് പേപ്പർ ഉണ്ടാക്കി നോക്കി. അത് ഇസ്ലാമികതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു നല്ല ഒരു രൂപത്തിലേക്ക് നമുക്ക് പോവാൻ കഴിയും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഫോക്കസ്ഡ് ആവണം, നമുക്ക് ധാരണയുണ്ടാവണം എൻ്റെ ഏരിയ ഏതാണ്, എൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടപ്പെട്ട ഏരിയ ഏതാണ്, എനിക്കിപ്പോൾ താല്പര്യമുള്ളത്. ചിലപ്പോൾ ഒക്കെ മാറ്റേണ്ടി വരും, കുറച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മാറ്റേണ്ടി വരും. ആ സാധനം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയ കാര്യങ്ങൾ കണ്ടെത്തുക. പക്ഷെ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴൊക്കെ നിർത്തിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് പോകണതാവരുത്. ഇതിൻ്റെ ഒപ്പം അതും കൊണ്ടുപോകാൻ പറ്റും. ഈ ജനറിക്കായിട്ട് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് വേണം. അതോടൊപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട്, ഒരാൾക്ക് എഴുത്തുകായിരിക്കും, ആ എഴുത്തിൻ്റെ അങ്ങേയറ്റം വരെ എത്താനുള്ള താല്പര്യം ഉണ്ടാവണം. അതിൻ്റെ പുതിയ മോഡലുകൾ, എന്ത് ടൈപ്പ് എഴുത്താണ്, ക്രിയേറ്റീവ് കണ്ടൻസ് ആണ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ്. മുമ്പ് പറഞ്ഞല്ലേ, ഇപ്പോൾ ഈ മാർക്കറ്റിംഗ് കണ്ടന്റ് നിങ്ങൾ നോക്കിയില്ലേ, ഒരു 40 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 1 മിനിറ്റിലധികം ഉണ്ടെങ്കിൽ ആൾ കാണൂല. അപ്പോൾ ക്രിയേറ്റീവ് കണ്ടൻസ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര പാടുണ്ട്. മുമ്പ് നിങ്ങളൊരു ലേഖനം എഴുതി കൊടുത്താൽ അതിൽ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് സാധനം വാങ്ങുമോ ഇല്ലയോ നോക്കുള്ളായിരുന്നു. ഇപ്പം നിങ്ങൾ 40 സെക്കൻഡിൽ അപ്പുറം വീഡിയോ സൈസ് ഉണ്ടെങ്കിൽ ആ വീഡിയോ ആൾ കാണൂല. അതിൻ്റെ ഹിറ്റ് റേറ്റ് ഒക്കെ കുറവായിരിക്കും, കാണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ എഴുത്തുകാരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ക്രിയേറ്റീവ് കണ്ടൻസ് മാർക്കറ്റിംഗ് മാത്രമല്ല, ദഴവയുടെ മേഖലകളിൽ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും, കുറഞ്ഞ സമയത്ത് മാക്സിമം ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും, ഈ വിഷയത്തിലൊക്കെ നല്ല റിസർച്ചുകൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ പള്ളി ദർസിലൊക്കെ ഉള്ള ആ കിതാബുകൾ ഒരു പക്ഷേ പുതിയ ജനറേഷൻ, ഇപ്പം ഞങ്ങൾ മീമിൽ ദർസ് നടത്തുന്നുണ്ട്, ഏകദേശം 100-250 മുത്താലിമീങ്ങളുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും സന്ദർശിക്കുമ്പോൾ പല ആളുകൾ കുറച്ച് പ്രായമുള്ള ആളുകളുണ്ട്, അവർക്ക് പഴയ പള്ളി ദർസ് ശൈലി മതി എന്ന് പറയും. പുതിയ ആളുകൾ പറയും ആ ശൈലി വേണ്ട, ഇതിനൊന്ന് ക്യാപ്സ്യൂളാക്കിയിട്ട് ഇതൊക്കെ എന്നിട്ട് നമുക്ക് ഡിസ്കഷൻ മോഡിലേക്ക് പോവാം എന്ന് പറയുന്ന രൂപത്തിലേക്ക് കാണാൻ കഴിയുന്നുണ്ട് പുതിയ വരുന്ന കുട്ടികൾ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളുടെ ഇഷ്ടപ്പെട്ട മേഖലകളിൽ ഫോക്കസ് ചെയ്യുക. ആ ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടേക്ക് ആവശ്യമായിരിക്കുന്ന ഡാറ്റകൾ ബിൽഡ് ചെയ്യാൻ പഠിക്കുക, ആ ഡാറ്റകൾ അനലൈസ് ചെയ്യാൻ പഠിക്കുക, ആ ഡാറ്റകൾ വെച്ച് സംസാരിക്കാൻ പഠിക്കുക, ആ ഡാറ്റകൾ വെച്ച് ഇൻ്റലിജൻസ് ഡിറൈവ് ചെയ്യാൻ പഠിക്കുക, അത് വിശദമാക്കി മാറ്റുക. ആ രൂപത്തിലുള്ള ഒരു അന്വേഷണ അല്ലെങ്കിൽ ഒരു പഠന ശൈലിയിലേക്ക് മാറേണ്ട സമയമാണ് ഇപ്പോൾ നമ്മൾ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് അതിനെക്കുറിച്ച് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയെന്ന് മാത്രം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നിർത്തുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.